ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് ഏഗൻ. മാത്സ് എക്സാമിന് 100% ചോദിക്കും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം പഠിച്ചു വെച്ചാൽ ഒരു 5 മാർക്ക് നമുക്ക് ഉറപ്പിച്ചാലോ? 5 മാർക്കിന് ചോദിക്കുന്നു ഉറപ്പുള്ള ആ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിലെ ഈ ചോദ്യമാണ് മക്കളെ. സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മീഡിയൻ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യം നമുക്ക് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. 5 മാർക്കിന് വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് വെച്ചോ, അത്രയ്ക്ക് ഉറപ്പുള്ള ചോദ്യം. സോ ഇതെന്തായാലും നിങ്ങൾ അങ്ങ് ചെയ്ത് പഠിച്ചേക്കുക. ഈ 5 മാർക്ക് നഷ്ടപ്പെടുന്ന ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ചോദ്യം അത്രയ്ക്ക് നിസ്സാരക്കാരനല്ല. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലതുപോലെ തന്നെ ചെയ്ത് പഠിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം വരുന്ന സമയത്ത് അവിടെ നിങ്ങളോട് ജസ്റ്റ് കാൽക്കുലേറ്റ് ദ മീഡിയൻ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ജസ്റ്റ് കണ്ടുപിടിക്കുക എന്ത് മധ്യമം, അത്രേ ചോദ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ചില ആൾക്കാർ ഇക്വേഷൻ ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർ ഇതേപോലെ ടേബിളൊക്കെ ആക്കി തന്നെ ചെയ്തിട്ടുണ്ടാവും, ചില ആളുകളോ അതിങ്ങനെ വരച്ചുണ്ടാക്കി മാർക്ക് ചെയ്ത് എവിടെയാണ് നടുവിൽ താളെന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ ചെയ്യാമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഓൾ സെറ്റ്. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ. ദ ഏജസ് ഓഫ് ദ വർക്കേഴ്സ് of an organization are arranged as follows. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാരുടെ വയസ്സാണ് ഈ കൊടുത്തത്, ഏജ്, നമ്പർ ഓഫ് വർക്കേഴ്സ്. ഓക്കെ, 20 മുതൽ 30 വരെ വയസ്സ്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ 20 to 30, 30 to 40 ഇങ്ങനെ എഴുതുന്ന പരിപാടിക്ക് എന്താ വിളിക്കുക? ക്ലാസ് ടൈപ്പ് എന്നാണ് വിളിക്കുക, വിഭാഗം. ഓക്കെ, ഇങ്ങനെ ക്ലാസ്സസ് ആയിട്ടാണ് നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് തന്നത്. ഇവിടെ തന്നത് നമ്പർ ഓഫ് വർക്കേഴ്സും ഇവിടെ ഉള്ളത് ഏജും ആണ്. എന്നിട്ട് സബ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ വേജസ്, ദ ഏജ് ഓഫ് വിച്ച് വർക്കർ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ ഏജ്. മീഡിയൻ ഏതാന്നല്ല ചോദിച്ചത്, ഏത് വർക്കറിന്റെ ഏജ് ആണ് മീഡിയൻ ഏജ് ആയിട്ട് എടുക്കുക. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ക്രമീകരിച്ചാൽ എത്രാമത്തെ തൊഴിലാളിയുടെ പ്രായമാണ് മധ്യമ പ്രായം എന്ന് എടുക്കുന്നത്? അങ്ങനെയാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ ഉള്ള ഈ ടേബിളിലെ എണ്ണം കണ്ടോ തൊഴിലാളികളുടെ? അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുകയാണെ എത്ര ഉണ്ട്? 9ഉം 10ഉം കൂടെ 19ആയി. 19ഉം 8ഉം 27, 27ഉം 5ഉം കൂടെ 32, 32 1ഉം കൂടെ 33 ആൾക്കാരാണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മധ്യമത്തിന്റെ സ്ഥാനം എത്രാമത്തെ ആളാണ് മീഡിയൻ ആവാന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? 33 ആളുകൾ ഉണ്ട് അല്ലേ? സോ ആ 33നോട് ഒരു 1 അങ്ങോട്ട് കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി അങ്ങോട്ട് ആക്കുക. n+1/2 എന്നൊക്കെ നമ്മൾ ഇക്വേഷൻ ആക്കി പഠിക്കാറുണ്ട്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂട്ടിയിട്ട് എത്ര കൂട്ടുക? 1 കൂട്ടിയിട്ട് പകുതിയാക്കുക. 34ന്റെ പകുതി ആൻസർ 17 ആയിരിക്കും. 17ാമത്തെ ആള്, ആ ജോലിക്കാരന്റെ വയസ്സ് എത്രയാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. മീൻസ് അതായിരിക്കും നമ്മുടെ സ്ഥാനം, മധ്യമത്തിന്റെ സ്ഥാനം വരും കേട്ടോ. സോ 17 ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. ഇനി രണ്ടാമത്തെ ചോദ്യം മുതൽ നിങ്ങൾ ആൻസറിലേക്ക് കടക്കണമെങ്കിൽ ആ ടേബിൾ ഒക്കെ വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആ ഭാഗം നല്ലതുപോലെ ക്ലിയർ ആക്കി തന്നെ ചെയ്ത് പഠിക്കണം. ബി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ബി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് അറിയോ? തൊഴിലാളികളുടെ മധ്യമ പ്രായം കണക്കാക്കുക. കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് ദ മീഡിയൻ ഏജ്. മീഡിയൻ ഏജ് എത്രയെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ ടേബിൾ വരയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, സാറേ ഈ ടേബിൾ വരയ്ക്കുമ്പോൾ ഞങ്ങൾ എത്ര കോളം വരയ്ക്കണം, ആ കോളത്തിൻ്റെ ഒക്കെ ഹെഡിങ് ഞങ്ങൾ എന്താണ് എഴുതി വെക്കേണ്ടത്, അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പം സോൾവ് ആക്കി തരാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് കോളം വരയ്ക്കുകയാണെ, ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 2 കള്ളിയാക്കി മാറ്റി. എന്നിട്ട് ഇതിൻ്റെ ടൈറ്റിൽ എന്ത് എഴുതണം എന്നുള്ള കാര്യത്തിൽ മക്കളോ ആരും ഒരു സംശയം ആവേണ്ട കാര്യമില്ല. എങ്ങനെയാണെന്നറിയോ ഇതിൻ്റെ ആൻസറിലേക്ക് പോകേണ്ടത്? ജസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ടൈറ്റിൽ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തന്നിട്ടില്ലേ ടേബിളിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഡാറ്റ, അത് അതേപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഏതാണ് എവിടെയാണെന്നൊന്നും നിങ്ങൾ ഡൗട്ടായിട്ട് നോക്കേണ്ട ആവശ്യം വരത്തില്ല, നേരെ അങ്ങ് കൊടുക്കാം. സോ എന്താ ഉള്ളത്? ഏജ് 1, നമ്പർ ഓഫ് വർക്കേഴ്സ് അത് തന്നെ കൊടുത്താൽ മതി കേട്ടോ. പ്രായം, തൊഴിലാളികളുടെ എണ്ണം അങ്ങനെ തന്നെ അങ്ങ് ഹെഡിങ് എഴുതി വെച്ചാൽ മതി. സോ ഫസ്റ്റ് വൺ ഏജ്, രണ്ടാമത്തത് നമ്പർ ഓഫ് വർക്കേഴ്സ്. കണ്ടോ?
ഒന്ന് പ്രായം, മറ്റേത് തൊഴിലാളികളുടെ എണ്ണം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്ന നോക്കെ അങ്ങനെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് അടുത്തത് ഈ കോളം എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യണം നോക്കുകയാണെ. നിങ്ങൾ ഈ എഴുതി വെച്ച ക്ലാസ് കണ്ടില്ലേ, 20, 30, 30, 40, 40, 50, അതിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്താൾ. വേണ്ട, ലെഫ്റ്റ് നമുക്ക് വേണ്ട. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള നമ്പർ ഇങ്ങോട്ട് എടുക്കുക. അതിന്റെ കൂടെ ബിലോ 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 നമുക്ക് ചേർത്ത് എഴുതുക, അല്ലെങ്കിൽ ഇത്രയിൽ താഴെ, ഇതിനേക്കാൾ കുറവ് എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. ഫസ്റ്റ് വൺ 30-നേക്കാൾ കുറവ്, അല്ലെങ്കിൽ ബിലോ 30. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് ഇതാ ഇവിടെ എഴുതി വെക്കാം, ബിലോ 30. ലെഫ്റ്റ് ആണ് ഒഴിവാക്കിയത്, റൈറ്റ് സൈഡ് കൂടിയാണ് എഴുതുന്നത്. ബിലോ 30, ബിലോ 40, എവിടെ വരെ പോകാനുണ്ട്? 70 വരെ പോകാനുണ്ട് അല്ലേ. ബിലോ 50, അതേപോലെ ബിലോ 60, ബിലോ 70. ഇങ്ങനെ ഒരു കോളം ഫിനിഷ് ചെയ്യാം. രണ്ടാമത്തെ ഭാഗത്ത് ഇതിന്റെ നേരെ എഴുതേണ്ട നമ്പറില്ലേ, അതെങ്ങനെ എഴുതാന്നറിയോ? നിങ്ങൾ ഈ കോളത്തിൽ ആദ്യത്തതിന്റെ നേരെയുള്ള നമ്പർ 9, ആ 9 അതേപോലെ തന്നെ ഇവിടെ എഴുതി വെക്കുക. നെക്സ്റ്റ് ഇതിന്റെ താഴെ ഉള്ളത് 10 ആണ്. 10 അതേപോലെ എഴുതരുത്, അവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, കൂട്ടാവൃത്തിയാണ് എഴുതുക. ഈ 9നോട് ഈ താഴെയുള്ള 10 കൂടെ കൂട്ടിയിട്ട് 19 എന്നാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി ആ 19നോട് ഈ താഴെയുള്ള 8 കൂടെ കൂട്ടുക, എന്നിട്ട് 27. അടുത്തതോ 27നോട് താഴെയുള്ള 5 കൂടെ കൂട്ടിയിട്ട് 32. ഇനി എന്താ ബാക്കിയുള്ള? ഒരു 1 കൂടെ ബാക്കിയുണ്ട്, 33. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ഈ അവസാനം വന്ന ഈ നമ്പറില്ലേ, അത് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പം കിട്ടിയ 33 ആ നമ്പർ തന്നെയായിരിക്കും അവസാനം വരിക. അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കണം കേട്ടോ, എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിപ്പോയിണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. മധ്യമത്തിന്റെ സ്ഥാനം 17 ആണെന്ന് നമ്മൾ നേരത്തെ എ ക്വസ്റ്റ്യനിൽ കണ്ടുവച്ചിട്ടുണ്ട്. ആ 17ന്റെ സ്ഥാനം ഇനി നമുക്കിതാ ഈ ടേബിളിൽ എവിടെയാണെന്നൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കുക. 17 എവിടെ ഉണ്ടാവുക? ഇവിടെ 9, ഇവിടെ 19. ഓക്കെ, ഈ 9ഉം 19ന്റെ ഇടയിലായിട്ട് 17 ഉണ്ടാവും അല്ലെ. ഇവിടെയാണ് നമുക്ക് 17 വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ആ 17 മാർക്ക് ചെയ്യുന്നതിന്റെ മുകളിലും താഴെയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നു ആൻസറിന് വേണ്ടിയിട്ട് കേട്ടോ. ഈ ഭാഗം വെച്ചുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾ ഈ സെക്ഷൻ ചെയ്ത് പഠിച്ചപ്പോൾ അറിയാം എങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് പോവുക. സമാന്തര ശ്രേണി ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. അരിത്മെറ്റിക് സീക്വൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യുക. സോ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുണ്ട്. ഡി, പൊതുവ്യത്യാസം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ടി ഡി ബൈ പി ഡി, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതേപോലെ എടുത്താൽ മതി. നോക്കണേ, ഈ 40ഉം ഈ 30ഉം കൂടെ കുറയ്ക്കാം, അതേപോലെ ഈ 19ഉം 9ഉം കൂടെ കുറയ്ക്കാം. എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 40 മൈനസ് 30 ഡിവൈഡഡ് ബൈ അപ്പുറത്തുള്ളത് 19 മൈനസ് 9. 40 30 കുറച്ചാൽ 10 അല്ലേ. 19 മൈനസ് 9 എത്രയാ? അതൊരു 10 വേറെ വരും. 10 ഡിവൈഡഡ് ബൈ 10 എല്ലാം കൂടെ 1 ആണ് ആൻസർ വരുന്നത്. കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത് 1. അടുത്ത സ്റ്റെപ്പാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂംഡ് മീൻ, നമ്മൾ ഊഹം വെച്ചിട്ട് നമ്മൾ ഒരു മധ്യമം കണ്ടുപിടിക്കാൻ പോവാണ്. ആ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉള്ളത്. പല എക്സാമിനും അത് തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ അസ്യൂംഡ് മീൻ കാണുന്ന സ്റ്റെപ്പ് തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എന്നാൽ നമുക്ക് നോക്കാം, ഇവിടെ നിങ്ങൾ അസ്യൂംഡ് മീൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആൾ ആരാന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആരാന്നറിയോ? നിങ്ങൾ ഈ മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു കള്ളിയില്ലേ, അതിൻ്റെ ഈ മുകളിലുള്ള നമ്പർ കണ്ടോ, 9. തൊട്ടടുത്ത ആളാരാ? 10. ആ 10ാമത്തെ ആളുടെ ഏജ് ആണ് നമ്മൾ അസ്യൂംഡ് ഏജ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. സോ എക്സ് 10 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കി തരാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് മാർക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്നത് 10 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്ത് എടുക്കേണ്ടത് ഇതിന്റെ തൊട്ടടുത്ത ആളായ 11ാമത്തെ ആളെയായിരിക്കും നിങ്ങൾ അസ്യൂംഡ് മീഡിയൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ അത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവും. സപ്പോസ് എക്സാമിന് ചോദിക്കുകയാണെ, ഒരു 13ാമത്തെ ആളുടെ ഏജ് അസ്യൂംഡ് ആയിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒന്ന് ഗസ് ചെയ്ത് നിങ്ങൾ ഊഹം വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ വരച്ചുണ്ടാക്കി മുന്നോട്ടേക്ക് പോകുമ്പം ഇവർ 13ാമത്തത് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തതിന്റെ മുകളിലുള്ള നമ്പർ എത്രയായിരിക്കും?
12 ആയിരിക്കും. അതുകൊണ്ടല്ലേ അവർ കറക്റ്റ് 13 തന്നെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഐഡിയ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അത് എവിടെയെങ്കിലും യൂസ്ഫുൾ ആവും നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത്. ഇവിടെ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ 9 കഴിഞ്ഞ് തൊട്ടടുത്ത 10ാമത്തെ ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഐഡിയ എന്താണെന്നറിയോ? 9ന്റെ നേരെയുള്ള ഈ 30 കൊണ്ട് എടുക്കുക. ആ 30 എടുത്തിട്ട് പ്ലസ് കോമൺ ഡിഫറൻസ് മുഴുവൻ എടുക്കരുത്, d/2 എടുത്താൽ മതി. അസ്യൂംഡ് ആണ്, നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ട്രാക്കൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയതുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാം കൂടെ അതേപോലെ എഴുതി വെക്കണ്ട. ഇനി അങ്ങോട്ടേക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചെയ്യാണ്. ഈ അസ്യൂംഡ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ d/2 ആണ് നമ്മൾ ഈ 30നോട് കൂട്ടുന്നത്. d/2 30 പ്ലസ് d എന്ന് പറഞ്ഞാൽ 1, 1ന്റെ പകുതി 0.5 എല്ലാം കൂടെ 30.5 എന്ന് കിട്ടും. റെഡി? ഇത് കഴിഞ്ഞ് പരീക്ഷ നിർത്തി അടുത്ത പരിപാടിക്ക് പോകരുതേ, കഴിഞ്ഞിട്ടില്ല. എന്താണ്? നമ്മളിപ്പോൾ 10 ആണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഏതാ? ടാർഗറ്റ് ഉള്ളത് 17 ആണ്. മീഡിയന്റെ പൊസിഷൻ 17 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 17ാമത്തെ ആളെ കണ്ടുപിടിച്ചാലേ പരിപാടി തീരുള്ളൂ. x17ലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. x17 ഈസ് ഈക്വൽ നമ്മുടെ കയ്യിലുള്ളത് x10. 10നെ 17ൽ എത്തിക്കണമെങ്കിൽ നമുക്കറിയാം പ്ലസ് 7 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്യണം. 10th ടേമിനോട് 7 ടൈംസ് കോമൺ ഡിഫറൻസ്. ഒന്നുകൂടെ ആലോചിച്ചോ, ഇവിടെ കോമൺ ഡിഫറൻസ് മുഴുവനാണ്. d/2 പരിപാടി വരുന്നത് ഈ അസ്യൂം ചെയ്യുന്ന സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ് d മുഴുവൻ എടുക്കണം കേട്ടോ. 7d ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10th ടേം 30.5 പ്ലസ് 7 ഇൻറ്റു d1 അല്ലേ? 7 ഇൻറ്റു 1 7 തന്നെ. അപ്പോൾ 30.5ഉം 7ഉം കൂടെ പ്ലസ് ചെയ്താൽ 37.5 37.5 എന്നായിരിക്കും കിട്ടുക. ഈ കിട്ടിയ ആൻസർ ആണ് മീഡിയൻ. ദർഫോർ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം സമം 37.5 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലതുപോലെ ചെയ്തു പഠിക്കുക. ഓരോ സ്റ്റെപ്പും കോമൺ ഡിഫറൻസ് കാണുന്ന സ്റ്റെപ്പ്. ഈ അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞു, അസ്യൂം ചെയ്തെടുക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്തതിന്റെ മുകളിലെ നമ്പർ കണ്ടില്ലേ? അതിന്റെ തൊട്ടടുത്ത ആളെയാണ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നത്. അത് മറക്കരുത്. ആ സ്റ്റെപ്പിലാണ് d/2 വരുന്നത്. പിന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഏതാണോ അവിടേക്കും കൂടി ഒന്ന് മൂവ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. എന്തായാലും ചെയ്തു പഠിച്ചോ. ഇങ്ങനെ ഒരു ചോദ്യമില്ലാതെ നിങ്ങളുടെ എക്സാം ഉണ്ടാവില്ല, അത്രയ്ക്ക് ഷുവറാണ്. സോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മൾ ആ സെക്ഷനൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.